മേഘസന്ദേശത്തിൻ്റെ നാനാർത്ഥങ്ങൾ. ഡോക്ടർ സി രാജേന്ദ്രൻ. ഭാഷാഭൂഷണിയിൽ നിന്ന്. മേഘത്തിൽ പല നിഗൂഢതകളും അടങ്ങിയിരിക്കുന്നു. മേഘത്തെ കാണുമ്പോഴുള്ള ആത്മഹർഷവും യക്ഷരാത്രി എന്ന ഉത്സവത്തെക്കുറിച്ചുള്ള അനുഭൂതികളും പ്രണയദൂതിനെ കുറിച്ചുള്ള പ്രാചീന സങ്കല്പങ്ങളും സ്വന്തം ജീവിതാനുഭവവും ഉപനിഷത്തുകളിലെ ഉത്തരായണ മാർഗ വർണ്ണനയുമെല്ലാം കാളിദാസനെ മേഘസന്ദേശം എഴുതുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും എന്ന് MP ശങ്കുണ്ണി നായർ അദ്ദേഹം മേഘലോകം എന്ന പേരിലെഴുതിയ മേഘസന്ദേശ പഠനത്തെപ്പറ്റി. MP ശങ്കുണ്ണി നായരുടെ മേഘക്കാഴ്ചകൾ. ഛത്രവും ചാമരവും എന്ന പ്രശസ്ത കൃതിയിലൂടെ കാളിദാസ കവിതയ്ക്കൊരു നവഭാഷ്യം രചിച്ച നിരൂപകനാണ് MP ശങ്കുണ്ണി നായർ. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ മേഘാലോകം എന്ന ശീർഷകത്തിൽ എഴുതിയ പ്രൗഢമായ മേഘസന്ദേശ പഠനം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഒരു പണ്ഡിതനായ സഹചാരിയെപ്പോലെ ശങ്കുണ്ണി നായർ അനുവാചകനെ മേഘസന്ദേശത്തിൻ്റെ രഹസ്യങ്ങൾ നിറഞ്ഞ ഉള്ളറകളിലേക്ക് ആനയിക്കുന്നു. മേഘസന്ദേശത്തിന് മലയാളത്തിൽ ധാരാളം വിവർത്തനങ്ങളും പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാളിദാസ ഭാവനയുടെ കാൽപ്പനിക തലങ്ങളിൽ വ്യാമുഗ്ധനായ മുണ്ടശ്ശേരി സന്ദേശകാവ്യം ഒന്നേയുള്ളൂ എന്ന പ്രസ്താവത്തിലൂടെ മേഘസന്ദേശത്തിൻ്റെ നിസ്തുല സൗന്ദര്യം സൂചിപ്പിക്കുവാൻ ശ്രമിച്ചു. മാരാർ മേഘസന്ദേശത്തിൽ ഒരു ദൂതനുമില്ല, ഒരു സന്ദേശവുമില്ല, ഉള്ളത് ബാഷ്പീഭവിച്ച മനോരാജ്യങ്ങളാണെന്ന് സിദ്ധാന്തിച്ചു. മേഘസന്ദേശത്തിൻ്റെ സ്ഥൂലഘടനയെ അവലംബിച്ച് അതിനെ അക്ഷരാർത്ഥത്തിലെടുത്ത് ഒരു സന്ദേശമായി കരുതുന്നവർ കാളിദാസ ഹൃദയം കാണുന്നില്ലെന്നതാണ് മാരാരുടെ നിലപാട്. പുറമേയുള്ള സന്ദേശരൂപം അതിലെ ഭാവനാലാവണ്യം